ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير صدق الله العظيم لا حول ولا قوة إلا بالله ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സർവശക്തനായ പടച്ച തമ്പുരാന്റെ എല്ലാ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പരമാവധി അനുസരിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്നും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്തണമെന്നും ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിലേക്ക് ഏത് നിമിഷവും തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ എന്ന ഒരു ചിന്ത നമ്മെ നയിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഉള്ളത്. മഴക്കെടുതികളിൽ ഒരുപാട് മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടതായുള്ള വാർത്തകൾ നാം കേൾക്കുന്നു. ഉരുൾപൊട്ടലാകട്ടെ, മണ്ണിടിച്ചിലാകട്ടെ, കൃഷിനാശങ്ങളാകട്ടെ, വെള്ളപ്പൊക്കമാകട്ടെ, ഇതൊക്കെ നമ്മുടെ കൊച്ചു സംസ്ഥാനത്ത് വിവിധ പ്രദേശങ്ങളിൽ ഏറിയും കുറഞ്ഞുമൊക്കെ വളരെ വ്യാപകമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാം ജീവിക്കുന്നത് IT യുഗം കഴിഞ്ഞ് AI യുഗത്തിലും സൂപ്പർ AI യുഗത്തിലുമൊക്കെയാണ്. പക്ഷേ മഴയും അതുപോലെയുള്ള വിഷയങ്ങളും വരുമ്പോൾ അതിൻ്റെയൊക്കെ മുമ്പിൽ നാം നിസ്സഹായരായി നിൽക്കാനേ നമുക്ക് കഴിയൂ എന്നുള്ളതാണ് വസ്തുത. എത്ര വലിയ അഹങ്കാരികളും ശക്തമായ ഒരു മഴയോ അല്ലെങ്കിൽ ഒരു മഴവെള്ളപ്പാച്ചിലോ കടന്നു വരുമ്പോൾ അവരുടെ അഹങ്കാരവും അഹന്തയും ഒക്കെ മാറ്റിവെച്ച് നിസ്സഹായരായി നോക്കി നിൽക്കുന്ന സാഹചര്യമൊക്കെ നാം സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ മഴയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വചനങ്ങളിലൂടെ സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു വിഷയമാണ് മഴ. എന്തുകൊണ്ടാണത്? അത് ഒരുപാട് പാഠങ്ങൾ മനുഷ്യന് നൽകുന്നതാണ് മഴ എന്നതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് അള്ളാഹു എടുത്തു പറയുന്നുണ്ട് മഴയെക്കുറിച്ച്. മാഅൻ മുബാറക്, മനുഷ്യൻ അനുഭവിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ്
അവന് അള്ളാഹു മഴ നൽകുന്നു എന്നുള്ളത്. ആ മഴയെങ്ങാനും ഇല്ലാതിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വെള്ളമെങ്ങാനും ഇല്ലാതിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, അന്ത്യനാൾ എന്ന് സംഭവിക്കും, ലോകം അവസാനിക്കുന്നത് എപ്പോൾ എന്നതിന്റെ യഥാർത്ഥ അറിവ് അത് റബ്ബിന്റെ അടുത്ത് മാത്രമാണുള്ളത്. വയുനസ്സിലുൽ ഗൈസ, മഴ വർഷിപ്പിക്കുന്നതും അവനാണ്. നമ്മുടെ എന്ത് സാങ്കേതിക വിദ്യകൾ ഉണ്ടെങ്കിലും നമുക്കതിന്റെ ലക്ഷണങ്ങളൊക്കെ പ്രവചിക്കാമെന്നതിനപ്പുറം മഴ വർഷിപ്പിക്കുക എന്നുള്ളിടത്ത് നമ്മുടെ ഒരു ടെക്നോളജിയും ഇപ്പോഴും എത്തിയിട്ടില്ല. അള്ളാഹുവാണ് മഴ ഇറക്കുന്നത്, വർഷിപ്പിക്കുന്നത്. വയഅ്ലമു മാ ഫിൽ അർഹാം, ഓരോരുത്തരുടെയും ഗർഭാശയത്തിൽ എന്തുണ്ടാകും എന്ന് മുൻകൂട്ടി അറിയുന്നവനാണ് റബ്ബ്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ ഞാൻ എന്തൊക്കെയാണ് സമ്പാദിക്കുക എന്നത് ഒരാൾക്കും അറിയുന്നതല്ല, അത് റബ്ബിനാണ് അറിയുന്നത്. വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്, ഒരാൾക്കും പറയാൻ കഴിയില്ല ഏത് മണ്ണിൽ വെച്ചാണ് നാം കണ്ണടക്കുക എന്നുള്ളത്. നമ്മുടെ മരണം ഏത് സ്ഥലത്ത് എവിടെ വെച്ച് എന്നൊരാൾക്കും അറിയില്ല. ഇതെല്ലാം അറിയുന്നവൻ ഇന്നല്ലാഹ അലീമുൻ ഖബീർ, തീർച്ചയായും എല്ലാം സൂക്ഷ്മമായി അറിയുന്നവൻ, നമ്മെ സൃഷ്ടിച്ച രക്ഷിതാവാണ്, റബ്ബാണ് എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. വളരെ ഗൗരവമുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിലാണ് വയുനസ്സിലുൽ ഗൈസ്, മഴ നിങ്ങൾക്ക് തരുന്നവനും ആ റബ്ബാണ്, ആ റബ്ബിനാണ് അതിന് അധികാരം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മാഉൻ മുബാറക്, അനുഗ്രഹീതമായ വെള്ളം എന്നാണ് മഴയെക്കുറിച്ച് അള്ളാഹു വിശേഷിപ്പിച്ചത്. വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറക, വളരെ അനുഗ്രഹീതമായ ജലമാണ് അള്ളാഹു ഉപരിഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുള്ളത്, അഥവാ മഴയിലൂടെ തന്നിട്ടുള്ളത്. ഫഅൻബത്നാ ബിഹി ജന്നാത്തിൻ, എന്തിനാണ് അത് നിങ്ങൾക്ക് ഇറക്കി തന്നത്? അത് മുഖേന നിങ്ങൾക്ക് ഒരുപാട് തോട്ടങ്ങൾ അവൻ മുളപ്പിച്ചു തന്നു. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് അതെല്ലാം വളരുന്നത് ഈ മഴവെള്ളത്തിന്റെ, അല്ലെങ്കിൽ അള്ളാഹു ഇറക്കിയ വെള്ളം കൊണ്ടാണ്. വഹബ്ബൽ ഹസീദ്, നിങ്ങൾക്ക് കൊയ്തെടുക്കാവുന്ന ഒരുപാട് ധാന്യങ്ങൾ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞത് അള്ളാഹ് ഇറക്കിയ ഈ വെള്ളം കൊണ്ടാണ്. വന്നഖല ബാസിഖാത്തിൻ, ഉയർന്നു നിൽക്കുന്ന ഈത്തപ്പനകളുണ്ട്. ലഹാത്തുൽ ഉന്നളീദ്, അതിൽ അടുക്കടുക്കായ കുലകളുള്ള ഈത്തപ്പനകൾ അവൻ നിങ്ങൾക്ക് വേണ്ടി ആ വെള്ളം മുഖേന ഉൽപ്പാദിപ്പിച്ചു തന്നു. റിസ്ഖൻ ലിൽ ഇബാദ്, അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക്, ഈ അടിമകൾക്ക് ഭക്ഷണം ആയിട്ടാണ് അള്ളാഹു ഈ ഭൂമുഖത്ത് അതെല്ലാം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല വഅഹ്യൈനാ ബിഹി ബൽദത്തൻ മൈത, ഈ മഴ മുഖേനയാണ് നിർജീവമായി വരണ്ട് ഊശ്വരമായി കിടന്ന മണ്ണിനെ, ഭൂമിയെ അള്ളാഹു സജീവമായ പച്ചപ്പ് നിറഞ്ഞതാക്കി മാറ്റിയത്. ഒരു കാര്യം കൂടി ഓർക്കുക, കദാലിക്കൽ ഖുറൂജ്, അതുപോലെ നിങ്ങളൊക്കെ ഈ മണ്ണിൽ ലയിച്ചു ചേർന്ന് നിങ്ങളുടെ എല്ലും തോലുമൊക്കെ ദ്രവിച്ച് ഇല്ലാതെയായി തീർന്നാലും ഒരു ഉണങ്ങിയ പ്രദേശത്തൊരു മഴ ലഭിക്കുമ്പോൾ അവിടെ ഒരുപാട് നാം കാണാത്ത ഒരുപാട് സസ്യങ്ങൾ മുളച്ചു വരുന്നത് പോലെ കദാലിക്കൽ ഖുറൂജ്, ഒരു ദിവസം ഈ ഭൂമുഖത്ത് നിന്ന് നിങ്ങളെ എല്ലാവരെയും അള്ളാഹു വീണ്ടും പുനർജീവിപ്പിക്കുകയും ചെയ്യും. നിങ്ങളെ എല്ലാവരെയും ഭൂമുഖത്തേക്ക് പുറത്തു കൊണ്ടുവരും, മഹ്ശറയിലേക്ക് എന്നുകൂടി അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മഴയെ കുറിച്ച് ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരുപാട് അത്ഭുതങ്ങളാണ്. ഓരോ തുള്ളിയാണ് വലിയ ജലാശയമായി മാറുന്നത്. ഈ ഓരോ തുള്ളിയും ഒന്നിച്ച് മുകളിൽ നിന്നെങ്ങാനും ഒഴിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ മുഴുവൻ ബിൽഡിങ്ങുകളും തകർന്നു പോയേനെ, നമ്മുടെ എല്ലാ ഭൂമി തന്നെ പാതാളമായി മാറിയേനെ. പക്ഷേ അള്ളാഹു ഒരു ചെറിയ ഒരു ഇലക്ക് പോലും ഉപദ്രവമേൽക്കാത്ത രീതിയിലാണ് അതിനെ സ്പ്രെഡ് ചെയ്ത് അള്ളാഹു സുരക്ഷിതമായി ഭൂമിയിലേക്ക് ഇറക്കിയത്. അള്ളാഹുവിന് ചില നിയന്ത്രണങ്ങൾ അതിലുണ്ട്, ചില തോതനുസരിച്ചാണ് ആ മഴ അള്ളാഹ് ഇറക്കിയത്. വൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരിൻ, ഒരു നിശ്ചിത തോതനുസരിച്ചാണ് റബ്ബ് നിശ്ചയിച്ച ചില അളവനുസരിച്ചാണ് റബ്ബ് ഉപരിഭാഗത്ത് നിന്ന് ആ വെള്ളത്തെ നിങ്ങൾക്ക് ഇറക്കി തന്നത്. എന്നാൽ ആ വെള്ളം, നിങ്ങൾക്ക് ഇറക്കി തന്ന വെള്ളം അതേപോലെ അവൻ അപ്പോൾ തന്നെ അതിനെ ഇല്ലായ്മ ചെയ്തില്ല. ഫഅസ്കന്നാഹു ഫിൽ അർള്, ഈ ഭൂമിയിൽ അതിനെ അവൻ തങ്ങി നിൽക്കുന്നതാക്കി മാറ്റി.
ഈ ഭൂമിയിൽ അവൻ അതിനെ അവശേഷിപ്പിച്ചു. അതേസമയം ഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ, ആ വെള്ളത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാൻ, ഭൂമിയിൽ ഒരു ഇറ്റ് പോലും താഴാതെ വേണമെങ്കിൽ മുഴുവൻ ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യാനും റബ്ബിന് കഴിയുന്നതാണ് എന്ന് നാം തിരിച്ചറിയണം എന്നാണ് റബ്ബ് ഓർമ്മപ്പെടുത്തുന്നത്. ജലം എന്നത് അത് ജീവന്റെ ഉറവിടമാണ്. വിശുദ്ധ ഖുർആൻ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ജീവിയുടെ ശരീരത്തിലും ജലമാ ഇല്ലാത്തതായിട്ടില്ല. മനുഷ്യ ശരീരത്തിൽ പകുതിയിലധികവും ജലമാണ് എന്നാണ്. മൃഗങ്ങളിൽ അതിൽ കൂടുതലാണ്, സസ്യങ്ങളിൽ അതിനേക്കാൾ കൂടുതലാണ്. ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ്, എല്ലാ ജീവനുള്ള വസ്തുക്കളെയും നാം ജലത്തിൽ നിന്നാണ്, വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവലം യറല്ലദീന കഫറു, പടച്ചവനെയൊക്കെ നിഷേധിച്ച് തള്ളുന്ന ആളുകൾ ചിന്തിച്ചു നോക്കുന്നില്ലേ, കണ്ട് മനസ്സിലാക്കുന്നില്ലേ? അന്നസമാവാതി വൽ അർള കാനത്താ റത്കൻ, ഒരു കാലത്ത് ആകാശഭൂമിയൊക്കെ ഒന്നിച്ചു ചേർന്ന ഒരു വസ്തുവായിരുന്നു. ഫഫത്തക്കനാഹുമ, എന്നിട്ട് നാം അതിനെ വേർപ്പെടുത്തി. ഭൂമിയുടെയും ഒക്കെ ഉൽപ്പത്തിയെ കുറിച്ച് ഇന്ന് ശാസ്ത്രലോകം പൊതുവെ അംഗീകരിക്കുന്ന തിയറിയാണ് ബിഗ് ബാങ് തിയറി എന്ന്. ഒരു മഹാവിസ്ഫോടനത്തിലൂടെയാണ് ഇന്ന് ഈ കാണുന്ന പ്രപഞ്ചത്തിലെ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒക്കെ ഇതേ സ്ഥാനങ്ങളിൽ രൂപപ്പെട്ടത് അല്ലെങ്കിൽ സ്ഥാപിതമായത് എന്നാണ് ഇന്ന് ശാസ്ത്രം അംഗീകരിക്കുന്ന ബിഗ് ബാങ് തിയറി. ഖുർആൻ അക്കാര്യം സൂചിപ്പിക്കുന്നു. ഒരു ഏകകമായിരുന്നു ഇതെല്ലാം. പിന്നീട് നാം അവയെ ഒരു മഹാവിസ്ഫോടനത്തിലൂടെ ഫത്തക്കനാഹുമ, നാം അതിനെ പിളർത്തി എന്ന് പറയും. എന്നിട്ട് വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ, എല്ലാ ജീവികളെയും ആ ഭൂമിയിലുള്ള ജലത്തിൽ നിന്ന് നാം സൃഷ്ടിക്കുകയും ചെയ്തു എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, വെള്ളത്തെക്കുറിച്ച് ഖുർആൻ അത് മനുഷ്യന്റെയും ജീവജാലങ്ങളുടെയും ഒക്കെ ഭക്ഷണത്തിന്റെ സോഴ്സാണ്, സ്രോതസ്സാണ് എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ആ വെള്ളമെങ്ങാനും ലഭിക്കാതിരുന്നാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ ഭക്ഷണത്തിന്റെ സ്ഥിതി നാം ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ അല്പം ഗ്യാസിന് ക്ഷാമം വന്നപ്പോഴേക്കും എല്ലാ ഹോട്ടലുകാരും അവരുടെ സാധനങ്ങളുടെ വില കൂട്ടി. കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട്. എന്നാൽ വെള്ളത്തിനാണ് ഈ ഒരു ക്ഷാമം വന്നിരിക്കുന്നത് എന്ന് നാം ഒന്ന് ആലോചിച്ച് നോക്കുക. ബോട്ടിൽ വാട്ടർ നാം എത്ര വാങ്ങും? ബോട്ടിൽ വാട്ടർ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് എവിടെ നിന്ന് അവർക്കും വെള്ളം ലഭിക്കാതിരുന്നാൽ എവിടെ എത്തും നമ്മുടെ സ്ഥിതി? എന്തായിരിക്കും മനുഷ്യന്റെ അവസ്ഥ? അതുകൊണ്ട് തന്നെ അള്ളാഹു ചിന്തിക്കാൻ പറയുന്നുണ്ട്, ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തആമി, മനുഷ്യൻ കഴിക്കുന്ന അവന്റെ തീന്മേശപ്പുറത്ത് സമൃദ്ധമായ കുറെ ഇനങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ. ആ ഇനങ്ങളെ കുറിച്ച് അത് ചിന്തിക്കുന്നത്, അത് കഴിക്കുന്നത് സമയത്തെങ്കിലും അവരൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആലോചിച്ച് നോക്കാറുണ്ടോ എങ്ങനെയാണ് അത് ഇവിടെ എത്തിയത് എന്ന്? അതിനൊരു ശ്രേണിയുണ്ട്, അതിനൊരു വഴിയുണ്ട്. നാം ആദ്യമായി ഉപരിഭാഗത്ത് നിന്ന്, ആകാശത്ത് നിന്ന് സമൃദ്ധമായി വെള്ളം ഭൂമിയിലേക്ക് ചൊരിഞ്ഞു കൊടുത്തു, അഥവാ മഴ പെയ്യിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് സുമ്മ ഷക്കനൽ അർള ഷക്ക, മണ്ണിലിട്ട വിത്തിന് പുറത്തു വരാൻ അതിന്റെ മുളക്ക് വളരെ വളരെ ലോലമായതാണ്. പക്ഷേ അതിന്റെ മുകളിൽ കുമിഞ്ഞു കൂടി കിടക്കുന്ന മണ്ണിനെ നാം പിളർത്തി കൊടുത്തു ആ ചെറിയ മുകുളത്തിന് പുറത്തു വരാൻ വേണ്ടി. ഫഅംബത്നാ ഫീഹാ ഹബ്ബ, എന്നിട്ട് ആ ഭൂമിയിൽ ഒരുപാട് ധാന്യങ്ങൾ നാം മുളപ്പിച്ചു. വഇനബൻ, മുന്തിരികളും നിങ്ങൾക്ക് പരിചയമുള്ള വക്കൽബ, പച്ചക്കറികളും ഒക്കെ. വസൈത്തൂനം വനഖ്ല, ഒലിവും ഈത്തപ്പന മരങ്ങളും. വഹദായിക ഉൽബ, ഇടതോർന്നു വളരുന്ന മറ്റനേകം തോട്ടങ്ങളും. വഫാക്കിഹത്തൻ വഅബ്ബ, പഴവർഗ്ഗങ്ങളും പുല്ലുവർഗ്ഗങ്ങളും. എന്തിനെല്ലാം? മത്താഅൻ ലക്കും, നിങ്ങൾക്ക് ഭക്ഷണ വിഭവമായിട്ട്, വലിയ അനാമിക്കും, നിങ്ങളുടെ കാലികൾക്കും. അപ്പൊ നിങ്ങൾക്കും ഇവിടെയുള്ള നാൽക്കാലികൾക്കും വിഭവങ്ങളായിട്ട്, ഭക്ഷണമായിട്ടാണ് റബ്ബ് ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഉൽപ്പാദിപ്പിച്ച് തന്നത് എന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നില്ലേ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. ഈ വലിയ അനുഗ്രഹമായ ഈ മഴ ചിലപ്പോൾ പരീക്ഷണമായും നമുക്ക് അനുഭവപ്പെടാം. അതുകൊണ്ട് തന്നെ മഴയെ പരീക്ഷണ വസ്തുവാക്കുവാനും അള്ളാഹുവിന് അറിയാമെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആന്തും അൻസൽതുമൂഹു മിനൽ മുസ്ലിം, കർമേഘത്തിൽ നിന്ന് ധാരധാരയായി ആ മഴയെ നിങ്ങൾക്ക് വർഷിപ്പിച്ചത്, താഴോട്ട് ഇറക്കി തന്നത് അത് നിങ്ങളുടെ ടെക്നോളജിയാണോ, നിങ്ങളാണോ? നഹ്നുൽ മുൻസിലൂൻ, അതല്ല, നാമാണ്. ആരാണ് മഴ നിങ്ങൾക്ക് വർഷിപ്പിച്ച് തന്നത്? വലൗ നശാഉ ലൗ നശാഉ ജഅൽനാഹു ഉജാജ, വേണമെങ്കിൽ ആ വെള്ളത്തെ
ഉപ്പ് കലർന്ന വെള്ളമാക്കി എനിക്ക് മാറ്റാമായിരുന്നു. കടലിൽ നിന്ന് നീരാവി അത് ആണ് മഴയായി തിരിച്ചു വരുന്നത് എന്ന് നമ്മൾ പഠിക്കുന്നു. കടൽ ജലത്തിന് കഠിനമായ ഉപ്പ് രുചിയാണ് എന്ന് നമുക്കറിയാം. പക്ഷെ ഉപ്പിന്റെ ഒരംശവുമില്ലാത്ത ഏറ്റവും ശുദ്ധമായ ജലം നിങ്ങൾക്ക് തരുന്നു. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നമുക്കതിനെ ഉപ്പുജലമാക്കാമായിരുന്നു. പക്ഷെ നാം ആക്കിയിട്ടില്ല. എന്നിരിക്കെ വലൗലാ തഷ്കുറൂൻ, നിങ്ങൾക്ക് ഇതൊക്കെ ഈ അനുഗ്രഹങ്ങളൊക്കെ തന്ന റബ്ബിനോട് നന്ദി കാണിച്ചുകൂടെ എന്ന അല്ലാഹുവിന്റെ ഒരു ചോദ്യമുണ്ട് നമ്മളോട്. ഈ നമുക്ക് തരുന്ന ഈ മഴ അല്ലെങ്കിൽ വെള്ളം ഇതിനെ ഇല്ലായ്മ ചെയ്താൽ, ഇത് മുഴുവൻ വറ്റിപ്പോകുന്ന ഒരു വരൾച്ച തന്നാൽ എന്താണ് നമ്മുടെ മുമ്പിലുള്ള വഴി? ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഖൗറ, നിങ്ങളുടെ വെള്ളം മുഴുവൻ വറ്റി വരണ്ടു പോയാൽ ഫമൻ യഅ്തീകും ബിമാഇൻ മദീൻ, സമൃദ്ധമായ ജലം നിങ്ങൾക്ക് ആര് കൊണ്ടുവന്ന് തരും? ഏത് കമ്പനിക്ക് അത് തരാൻ കഴിയുമെന്ന് റബ്ബ് നമ്മോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മേഘവിസ്ഫോടനമെന്നോ ന്യൂനമർദ്ദമെന്നോ അല്ലെങ്കിൽ ചക്രവാള ചുതിയെന്നോ ഒക്കെ നമ്മൾ പേരിട്ടിട്ട് വലിയ മഴയുണ്ടാകുമ്പോൾ നാം അതിന് വിളിക്കുന്നു. പക്ഷെ ഖുർആൻ വളരെ കൃത്യമായ ചില സൂചനകൾ നൽകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട്. അലം തറ, മനുഷ്യൻ മനസ്സിലാക്കുന്നില്ലേ, കാണുന്നില്ലേ? അന്നല്ലാഹ യുസ്ജി സഹാബൻ, അള്ളാഹു മേഘക്കൂട്ടത്തെ തെളിച്ചു കൊണ്ടുപോകുന്നത്. വലിയ മഴകൾ ഉണ്ടാകുന്ന മേഘക്കൂട്ടത്തെ കുറിച്ചാണ് ഇവിടെ ഖുർആൻ സൂചിപ്പിക്കുന്നത്. സാധാരണ മേഘത്തെ അള്ളാഹു യുർസിലു അസ്സഹാബ് എന്നാണ് ഖുർആൻ പ്രയോഗിക്കുന്നത്. മേഘത്തെ അയക്കുന്നു എന്നാണ് പറയുക നോർമലി. പക്ഷെ ഇവിടെ ഖുർആൻ സൂചിപ്പിക്കുന്നത് ഈ മേഘവിസ്ഫോടനത്തെ കുറിച്ച് അല്ലെങ്കിൽ വലിയ ന്യൂനമർദ്ദങ്ങൾ മുഖേന രൂപപ്പെടുന്ന വലിയ പേമാരിയെ കുറിച്ചാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. അന്നല്ലാഹ യുസ്ജി സഹാബൻ, അല്ലാഹു മേഘത്തെ തെളിച്ചു കൊണ്ടുപോകുന്നു. സുമ്മ യുഅല്ലിഫു ബൈനഹു, എന്നിട്ട് ആ മേഘങ്ങൾക്കിടയിൽ മേഘങ്ങളെ അള്ളാഹു സംയോജിപ്പിക്കുന്നു. സുമ്മ യജ്അലുഹു റുകാമ, എന്നിട്ട് ആ മേഘങ്ങളെ അള്ളാഹു കട്ടിയുള്ള അട്ടിയാക്കി മാറ്റുന്നു. ഫതറൽ വദ്ക യഖ്റുജു മിൻ ഖിലാലിഹി, ആ കട്ടിയായ മേഘത്തിൽ നിന്ന് പേമാരി, വലിയ മഴ ഇറങ്ങുന്നത്, വെള്ളം ഇറങ്ങുന്നത് നിനക്ക് കാണാൻ കഴിയും. വയുനസ്സിലു മിനസ് സമാഇ, അങ്ങനെ അള്ളാഹു ആകാശത്ത് നിന്ന് ഇറക്കുന്നു. മിൻ ജിബാലിൻ, പർവ്വത സമാനമായ മേഘങ്ങളിൽ നിന്ന് അള്ളാഹു ഇറക്കുന്നു. ഫിഹാ മിൻ ബറദ്, അതിൽ ആലിപ്പഴമുണ്ടാവും. അതീവ തണുപ്പിന്റെ ആധാരമായ മഴയുണ്ടായിരിക്കും. ഫയുസീബു ബിഹി മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ചില ആളുകൾക്ക് അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിൽ അതൊരു മുസീബത്ത് എന്ന് തോന്നുന്ന രീതിയിൽ അത് അവരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ വരാം. വയസ്രിഫു അമ്മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ചിലരിൽ നിന്ന്, ചില ഭാഗങ്ങളിൽ നിന്ന് അള്ളാഹു അതിനെ തിരിച്ചുവിടുകയും ചെയ്യും. യകാദു സനാ ബർഖിഹി, ആ മഴയുടെ അല്ലെങ്കിൽ ആ മേഘത്തിന്റെ മിന്നൽ വെളിച്ചമുണ്ടല്ലോ, ആ കാർമേഘത്തിലെ കാണുന്ന മിന്നൽ വെളിച്ചം, അത് യദ്ഹബു ബിൽ അബ്സാർ, അത് കാഴ്ചകളെ പോലും റാഞ്ചി കൊണ്ടുപോകാൻ മാത്രം വലുതാണ് അല്ലെങ്കിൽ പര്യാപ്തമാണ് എന്ന് പറഞ്ഞ് അള്ളാഹു മേഘവിസ്ഫോടനത്തിന്റെയും അല്ലെങ്കിൽ മഹാമാരിയുടെയും ഒക്കെ ഒരു പ്രോസസ്സിനെ കുറിച്ച്, ഒരു പ്രക്രിയയെ കുറിച്ച് സൂചിപ്പിക്കുന്നത് സൂറത്തുൻ നൂറിലെ 43-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായ റബ്ബിന്റെ ചില കൺട്രോളിലാണ്, നിയന്ത്രണത്തിലാണ് എന്നാണ് റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം മനസ്സിലാക്കുക. ഈ മഴ പലപ്പോഴും വളരെ നാശകരമായ വെള്ളപ്പൊക്കത്തിന്റെയും ദുരന്തത്തിന്റെയും അവസ്ഥ അത് സൃഷ്ടിക്കാം. അതൊരു പക്ഷേ ശിക്ഷയായിട്ടും വരാം. അത്തരം മഴയെ കുറിച്ച് ഖുർആൻ മത്തർ എന്നാണ് ഉപയോഗിച്ചത്. സാധാരണ അനുഗ്രഹത്തിന് മഴ വൈഫ് എന്നോ അതുപോലെ തന്നെ മാ എന്നൊക്കെയാണ് ഖുർആൻ ഉപയോഗിച്ചത്. മത്തർ എന്ന് ഭൂരിഭാഗവും ഖുർആൻ പ്രയോഗിച്ചത് ശിക്ഷയായി വരുന്നതിനെ കുറിച്ചാണ്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതക്ക് അല്ലാഹു ഇറക്കിയ ശിക്ഷയെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. പ്രകൃതി വിരുദ്ധ ലൈംഗികതയിൽ ഏർപ്പെട്ടിരുന്ന ഒരു ജനതയെ അല്ലാഹു നശിപ്പിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പോ ഫഅംതർനാ അലൈഹിം മത്രൻ, അവരുടെ മേൽ നാം മത്തർ വർഷിപ്പിച്ചു, മഴ വർഷിപ്പിച്ചു എന്നാണ്. ഫസാ മത്തറുൽ മുൻദരീൻ, ആ മുന്നറിയിപ്പ് നൽകപ്പെട്ട അവർക്ക് ലഭിച്ച ആ മഴ അല്ലെങ്കിൽ ആ ശിക്ഷ എത്ര കഠിനമായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? വഅംതർനാ അലൈഹിം മത്രൻ ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ, ആ കുറ്റവാളികളായ അവരുടെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സബ് പ്രദേശത്ത് ഉണ്ടായിരുന്ന ഒരു വലിയ അണക്കെട്ടിനെ കുറിച്ചും വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. വലിയ അണക്കെട്ട് നിർത്തി അറേബ്യയുടെ ചില പ്രദേശങ്ങളിൽ
സമൃദ്ധമായി അവർ കൃഷിയും ഒക്കെ നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ആ അനുഗ്രഹങ്ങളൊക്കെ നൽകിയ റബ്ബിനെ മറന്നവർ ധിക്കാരികളായപ്പോ ആ അണക്കെട്ട് പൊട്ടുകയും അള്ളാഹു ഒരു വലിയ പ്രളയത്തിലൂടെ ഒരു പ്രദേശത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്തതുമായ കഥ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിൽ നൂഹ് നബിയും വിശ്വാസികളും മാത്രം രക്ഷപ്പെട്ടതും നൂഹ് നബിയുടെ അവിശ്വാസിയായ ധിക്കാരിയായ മകനടക്കമുള്ള ആളുകൾ ആ വെള്ളപ്പൊക്കത്തിൽ ഇല്ലാതെയായി തീർന്നതുമൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന അധ്യായങ്ങളാണ്. ഞാൻ തന്നെയാണ് ദൈവം എന്ന് അഹങ്കരിച്ചിരുന്ന ഫറോവയെ അള്ളാഹു മുക്കിക്കൊന്നതും ചെങ്കടലിലാണ്, വെള്ളത്തിൽ തന്നെയാണ്. ഇതെല്ലാം ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചില പാഠങ്ങളുണ്ട്. അതിനാൽ ഏതൊരു അനുഗ്രഹം ലഭിക്കുമ്പോഴും, പ്രത്യേകിച്ച് മഴ ലഭിക്കുമ്പോഴൊക്കെ നാം റബ്ബിനെ മറക്കാതിരിക്കണം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മനുഷ്യരോട് എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്ന കാര്യം, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെയായിരിക്കണം നിങ്ങൾ ആരാധിക്കേണ്ടത്. ആ റബ്ബിനോടായിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ആ റബ്ബിനെ ആയിരിക്കണം നിങ്ങൾ ഇലാഹായി കാണേണ്ടത്. ആ റബ്ബിനെ ആയിരിക്കണം നിങ്ങൾ അഭൗതികമായി പീഡിക്കേണ്ടത്. ആ റബ്ബിൽ നിന്ന് മാത്രമായിരിക്കണം നിങ്ങൾ എല്ലാ പ്രതീക്ഷകളും, അഭൗതികമായ എല്ലാ സഹായങ്ങളും പ്രതീക്ഷിക്കേണ്ടത്. അതാണ്, ആ റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. ആ റബ്ബ് നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പ് ഇവിടെ കടന്നുപോയ മുഴുവൻ ആളുകളെയും സൃഷ്ടിച്ചവനാണ് ആ റബ്ബ് എന്ന് പറയുന്നത്. ലഅല്ലക്കും തത്തഖൂൻ, ആ റബ്ബിനെ നിങ്ങൾ ആരാധിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മുത്തഖീങ്ങളായി, നല്ലവരായി നിങ്ങൾ ഈ ഭൂമുഖത്ത് കഴിയുന്നവരായിരിക്കും. ആരാണ് റബ്ബ് എന്നറിയുമോ? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാഷ, ഈ ഭൂമിയെ നിങ്ങൾക്കൊരു മെത്ത പോലെ ഒരുക്കി തന്നവനാണ് ആ റബ്ബ്. വഅൻസല മിനസ് സമാഇ മാഅ, ഉപരിഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നവനാണ് റബ്ബ്. വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ഈ ഭൂമിയിൽ ആ വെള്ളം മുഖേന ഉൽപ്പാദിപ്പിച്ച്, മുളപ്പിച്ച്, വളർത്തി ഉൽപ്പാദിപ്പിച്ച് തന്നവനാണ് ആ റബ്ബ്. അതുകൊണ്ട് ഫലാ തജ്അലൂ ലില്ലാഹി അന്താദ, ആ അള്ളാഹുവിന് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത്. മടവൂരാണ് ഞങ്ങളുടെ പടച്ചവൻ എന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന, മലയാളത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. റബ്ബാണ് ഇവിടെ പറയുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് തരുന്നത് അള്ളയാണ്. അതുകൊണ്ട് ഫലാ തജ്അലൂ ലില്ലാഹി അന്താദ, അള്ളാഹുവിന് നിങ്ങൾ ഒരു മടവൂരിനെയും ഒരു വ്യക്തിയെയും ഒരു ഷെയ്ഖിനെയും നിങ്ങൾ സമന്മാരായി സങ്കല്പിക്കരുത്. ഫലാ തജ്അലൂ ലില്ലാഹി അന്താദ വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം തരാൻ കഴിയുന്നത് ഒരു സൃഷ്ടിക്കും സാധ്യമല്ല, അത് റബ്ബിന് മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാഥമിക ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ റബ്ബിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ റബ്ബിന്റെ നിയന്ത്രണത്തിലാണ് നമ്മൾ എന്ന ബോധം നമുക്കുണ്ടാവണം. നാം എത്ര ശ്രമിച്ചാലും എത്ര ശ്രദ്ധിച്ചാലും റബ്ബിന്റെ നിയന്ത്രണങ്ങളിലൂടെ നാം കടന്നു പോകും. നമ്മുടെ മുടിയും തലയും ഒക്കെ നാം നിരക്കണ്ട എന്ന് പറഞ്ഞാലും വിചാരിച്ചാലും അത് നിരച്ചു പോകും. നമ്മുടെ എല്ലുകളുടെ ബലമൊക്കെ എത്ര ആരോഗ്യത്തോടുകൂടി നാം ജീവിക്കാൻ ശ്രമിച്ചാലും ഒരു ഘട്ടം വരുമ്പോൾ അത് ക്ഷയിച്ചു പോകും. എത്ര നല്ല ഡോക്ടറാണെങ്കിലും ഒരു നിശ്ചിത വയസ്സെത്തിക്കഴിഞ്ഞാൽ ഈ ലോകത്തോട് വിട പറയേണ്ടി വരും. അതൊക്കെ റബ്ബ് നിശ്ചയിച്ച ചില ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. നമുക്ക് ഒരു റോളും അതിലില്ല. സ്വന്തം ശരീരത്തെ പോലും നമുക്ക് ആ നിലക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തവരാണ് നമ്മൾ. അതുകൊണ്ട് ആ റബ്ബിനെ മറക്കാതെ റബ്ബിന്റെ നിയന്ത്രണത്തിലാണ് നാം എന്ന ബോധത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ കഴിയണം. മഴയെ അനുഗ്രഹമായി കാണാനും അത് നമുക്കൊരു ശിക്ഷയായി വരാതിരിക്കാനുമുള്ള ഒരു ശ്രദ്ധയും പ്രാർത്ഥനയും നമുക്കുണ്ടാവണം. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയ സഹോദരി സഹോദരന്മാർ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ എപ്പോഴും പാലിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ മഴയെക്കുറിച്ചാണ് നാം സംസാരിച്ചു വന്നത്. ഈ മഴ പെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മഴ ലഭിക്കാതിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ മഴയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: അള്ളാഹു മുസ്കിന, അള്ളാഹുവെ ഞങ്ങൾക്ക് നീ നൽകണമേ. ഗൈസൻ മുഗീസൻ, ഞങ്ങൾക്ക് സഹായകരമായ മരീഅൻ, സമൃദ്ധമായ സുഖകരമായ മഴ നീ ഞങ്ങൾക്ക് തരണമേ. നാഫിയൻ, ഉപകാരപ്രദമായ മഴ. ഒയറവാരിൻ, പ്രയാസമില്ലാത്ത മഴ.
ആജിലൻ ഗൈറ ആജിൽ, ഞങ്ങൾക്ക് വേഗത്തിൽ ഞങ്ങളുടെ കൃഷിക്കും ജീവിതത്തിനും ആവശ്യമായ മഴ നീ വൈകാതെ വേഗത്തിൽ തരണമേ എന്ന് മഴ ലഭിക്കാതിരിക്കുന്ന അവസരങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിരുന്നു. മഴ പെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്തും റസൂലിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, റബ്ബേ ഞങ്ങൾക്ക് തരുന്ന ഈ മഴ നീ ഉപകാരമുള്ള മഴയാക്കണമേ, ഞങ്ങൾക്ക് ഉപദ്രവമുള്ള മഴയല്ല റബ്ബേ, ഉപകാരമുള്ള മഴ ആക്കണമേ എന്ന് മഴ പെയ്യുമ്പോൾ പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരിക്കലും മഴ അമിതമായാലും പ്രവാചകൻ റബ്ബിനോട് പ്രാർത്ഥിച്ചിരുന്നു. ഒരു സഹാബി ഒരിക്കൽ വന്ന് വെള്ളമില്ലായ്മയുടെ അല്ലെങ്കിൽ വരൾച്ചയുടെ കെടുതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ മഴ ലഭിക്കുന്നുണ്ട്. പിറ്റേ ആഴ്ച ആ സഹാബി തന്നെ വന്നിട്ട് മഴ കൂടിപ്പോയി, മഴ നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ മഴ വർദ്ധിക്കുമ്പോൾ ആവശ്യത്തിൽ കൂടുതലാകുന്ന സമയത്ത് റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന അല്ലാഹുമ്മ ഹവാലൈന, അല്ലാഹുവേ ഞങ്ങൾക്ക് ചുറ്റുഭാഗത്തു നീ മഴ വർഷിപ്പിക്കണമേ, ലാ അലൈന ഞങ്ങളുടെ മേൽ ഇപ്പോൾ വേണ്ടതില്ല റബ്ബേ, അല്ലാഹുമ്മ അലൽ ആഖാമി വൽദിറാബ്, അല്ലാഹുവേ കുന്നുകളിലും വബുതൂനിൽ ഔദിയത്തി താഴ്വരകളിലും മനാബിത്ത് ഷജർ മരങ്ങൾ മുളക്കുന്ന അതിൻ്റെ അത്തരം പ്രദേശങ്ങളിലും ആവശ്യമുള്ളിടത്തൊക്കെ നീ മഴ നൽകുകയും ഞങ്ങളിൽ നിന്ന് ഇപ്പോൾ താൽക്കാലികമായി ഈ മഴയെ നീ അകറ്റുകയും ചെയ്യണമേ എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് കാണാൻ കഴിയും. അപ്പം മഴ എന്നുള്ളത് ഏതവസരത്തിലും നമ്മെ റബ്ബുമായി ബന്ധപ്പെടുത്തേണ്ടതാണ്. റബ്ബുമായി നമ്മുടെ പ്രാർത്ഥനകളിൽ കടന്നു വരേണ്ട ഒരു വിഷയം കൂടിയാണ് മഴ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ദുരന്തങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം മഴ ഒരു പരീക്ഷണമാണ്. നമ്മുടെ ചുറ്റും മഴക്കെടുതി കൊണ്ട് ഒരാൾക്ക് വീടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് അവന് ഉറക്കം നൽകുക എന്നുള്ളത്. നമ്മുടെ ചുറ്റുഭാഗത്തും ഒരു പാവപ്പെട്ട കർഷകൻ അവന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അവനെ സഹായിക്കുക എന്നുള്ള ഒരു പരീക്ഷണം കൂടിയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം മഴ. ഇപ്പൊ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾ അത് ആസാമിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നമ്മെ കൊണ്ട് കഴിയുന്ന ഒരു സപ്പോർട്ട് നാം നൽകുക എന്നൊരു ഉത്തരവാദിത്വവും കൂടി നമുക്കുണ്ട്. മുന്നറിയിപ്പുകളൊക്കെ നാം ശ്രദ്ധിക്കണം. നാം ഓരോരുത്തരും സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ നാമും സ്വീകരിക്കണം എന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവന്റെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു അവന്റെ അനുഗ്രഹം ഉപകാരപ്രദമായ രീതിയിൽ നമ്മിൽ വർഷിക്കുമാറാവട്ടെ. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണമേ റബ്ബേ. അള്ളാഹുവെ ഞങ്ങളിൽ രോഗികളായ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും നീ പൂർണ്ണമായി ശിഫയാക്കി തരണമേ നാഥാ. അള്ളാഹുവെ വിവിധ പരീക്ഷണങ്ങൾ കൊണ്ടും ദുരന്തങ്ങൾ കൊണ്ടും ഞങ്ങളെ നീ പരീക്ഷിക്കരുത് തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ അർഹമർ റഹീമീൻ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.